ഹലോ, ഞാനിവിടെ ഒരു വോയിസ് വന്നത് ഇതെല്ലാവരും കേൾക്കണം കേട്ടോ. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ, എൻ്റെ ഭാഗത്ത് ശരിയാണെങ്കിലും നിങ്ങൾക്ക് എന്താണെങ്കിലും ഇതിനൊരു കമന്റ് ഇടാം. ഓക്കെ. ഞാൻ എൻ്റെ നമ്പർ ഞാൻ എല്ലാവർക്കും പബ്ലിക്കായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ. അപ്പം നമ്മുടെ ഫീൽഡും നമ്മുടെ ജോബും എല്ലാവർക്കും അറിയാം. ഞാൻ പറയണത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ. അത് മീൻസ് അതെൻ്റെ മക്കളെ നോക്കാനും എല്ലാത്തിനും വേണം. പക്ഷേ നമ്മൾ ഈ നമ്പർ കൊടുക്കുമ്പം ഞാൻ ചില സമയത്ത് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കോളുകൾ വരാറുണ്ട്. ഓക്കെ. ഒരുപാട് കോളുകൾ വരുമ്പോൾ ഞാൻ മാന്യമായിട്ടാണ് എല്ലാവരോടും സംസാരിക്കാറ്. അപ്പം എന്നോട് ചിലവരിങ്ങനെ എന്താ പറയുക, കോൾ എടുത്തിട്ട് വളരെ മോശമായിട്ട് പച്ചയ്ക്ക് ഓരോ കാര്യങ്ങൾ ചോദിക്കും. അപ്പം എനിക്കത് ഇഷ്ടമല്ല. എന്നോട് ഓപ്പണായിട്ട് ഇങ്ങനെ പച്ചയ്ക്ക് ചോദിക്കേണ്ടതും അറ്റ്ലീസ്റ്റ് നമുക്കൊരു റെസ്പെക്റ്റ് തന്നെ സംസാരിക്കാം. ഏതാണ് വിളിച്ചാലും ഒരു ലേഡിയല്ലേ നമ്മൾ, അല്ലേ? ആ ഒരു പെണ്ണിനെ വിളിക്കുമ്പോൾ ആ ലേഡിയോട് നല്ല രീതിയിൽ സംസാരിക്കാം. ചിലപ്പോൾ ഞാൻ 2 അടിച്ചിരിക്കുന്ന സമയമായിരിക്കാം, ചിലപ്പോൾ ലൈവിലായിരിക്കാം. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാര്യം പറയണത്, ഒരു കോള് വിളിച്ചു കഴിഞ്ഞാൽ എന്നോട് മാന്യമായിട്ട് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനത് സ്പീക്കറിട്ട് ഞാൻ കേൾപ്പിക്കും. നിങ്ങളുടെ വോയിസ് എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് സംസാരിച്ച് ഞാൻ നല്ല മാന്യമായിട്ട് ഹലോ ചേട്ടാ എന്നൊക്കെ ഞാൻ മാന്യമായിട്ട് സംസാരിക്കും. പക്ഷെ നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് വൃത്തിയായിട്ട് സംസാരങ്ങളാണ് ഓരോന്നും ഇങ്ങനെയൊക്കെ, എന്താ പറയുക, എനിക്കറിയാലോ, പച്ചയ്ക്ക് ഇങ്ങനെ ചോദിക്കുക. അറിയാലോ ഞാൻ പറയേണ്ടത് എന്താന്ന്. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെടില്ല. കാരണം ഞാനൊരു പെണ്ണാണ്. ഓക്കെ. എൻ്റെ ഉള്ളിൽ എന്തോരം നോവുന്നുണ്ടോ പറയൂ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ. കാര്യം നമ്മുടെ ജോബ് ഇതൊക്കെ ആയിക്കോട്ടെ, എങ്കിലും ഒരു റെസ്പെക്റ്റ് തരണം. അങ്ങനെ തന്നില്ല എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാനത് സ്പീക്കർ ഇട്ടിട്ട് ലൈവിലുള്ളവരെ ഞാൻ കേൾപ്പിക്കും. ചേട്ടാ പറ, നിങ്ങൾ ഈ സംസാരിക്കണത് ലൈവിലുള്ളവർ കേൾക്കുകയാണ്. അതിനിട കൊടുക്കുന്നത് ആരാ? നിങ്ങളാണ്. അപ്പം മാക്സിമം വിളിക്കുന്നവര് എന്നോട് മാന്യമായിട്ട് സംസാരിക്കുക. അല്ലാത്ത പക്ഷം ഞാനത് ലൈവിലാണ് എന്നുണ്ടെങ്കിൽ ഞാൻ കേൾപ്പിക്കും നിങ്ങളുടെ വോയിസ്. അപ്പോൾ അത് മറ്റുള്ള മീഡിയകളിലൊക്കെ പോവും നിങ്ങളുടെ വോയിസ്. ഞാൻ നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾ എന്നോട് സംസാരിക്കണമെന്നും ഒക്കെ ഉള്ള മീഡിയകളിലൊക്കെ പോകും. ലാസ്റ്റ് ബിജി ചേച്ചിയുടെ അടുത്ത് പോകാൻ പേടിയാണ്. ബിജി ചേച്ചി അങ്ങനെ തുറന്നു പറയും. ബിജി ചേച്ചി എല്ലാവരും വിളിച്ച് പറയും. ബിജി ചേച്ചിയുടെ അടുത്ത് പോകുന്ന ആൾക്കാരൊക്കെ ഡീറ്റെയിൽസ് പറയും. എന്നൊക്കെ പേടി നിങ്ങൾക്ക് ഉണ്ടാവാം. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഒരു കാരണവശാലും എനിക്ക് എൻ്റെതായ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് കാത്തു സൂക്ഷിക്കാൻ എനിക്കറിയാം. മനസ്സിലായോ? എൻ്റെ അടുത്ത് ഒരുപാട് പേര് വരുന്നുണ്ട്. ഞാനത് ആരോടും പബ്ലിക്കായിട്ട് ഞാൻ വിളിച്ച് പറയാറില്ല. ഓക്കെ. അതൊക്കെ എൻ്റെ പേഴ്സണലാണ്. ഞാൻ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ വോയിസ് ഒക്കെ പുറത്ത് ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എനിക്ക് തരുന്നതിൻ്റെ അനുസരിച്ചാണ് ഞാൻ സ്പീക്കറായിട്ട് കേൾപ്പിക്കുന്നത്. ബഹുമാനം, അതായത് അറ്റ്ലീസ്റ്റ് നമുക്കൊരു റെസ്പെക്റ്റ് തന്ന് സംസാരിക്കാം. നല്ല ഭാഷയിൽ നല്ല രീതിക്ക്. ഇങ്ങനെ നമ്മളൊരു പെണ്ണല്ലേ, നല്ല രീതിയിൽ സംസാരിക്കാം, കാര്യങ്ങൾ തിരക്കാം. അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മനഃപൂർവ്വം നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ വോയിസ് കേൾപ്പിക്കുന്നതല്ല കേട്ടോ. നിങ്ങൾ എനിക്ക് തരുന്ന വാക്കുകൾ എനിക്ക് ചില സമയത്ത് നോവുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട് ഞാൻ. അപ്പോൾ എനിക്ക് ദേഷ്യം വരുമ്പോഴാണ് ഞാൻ എന്താക്കുക, അപ്പോൾ നിങ്ങളുടെ വോയിസ് ഇട്ടിട്ട് ഞാൻ നാറ്റിക്കുന്നു. നിങ്ങളീ പറഞ്ഞത് ആൾക്കാരുള്ള മീഡിയയിലൊക്കെ പോസ്റ്റൂലേ, എന്നിട്ട് ലാസ്റ്റ് ബി ചേച്ചിനെ പേടിച്ചിട്ടൊരു കാര്യമില്ല. നിന്നെങ്കിലും മനസ്സിലാക്കുക. ഞാൻ അങ്ങനെയാണ്. എനിക്ക് റെസ്പെക്റ്റ് തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വോയിസ്, നിങ്ങൾ പറയണതും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മൊത്തം ജനങ്ങൾ കേൾക്കും. അല്ലാണ്ട് എന്നെ കുറ്റം പറയില്ല. പേഴ്സണൽ കാര്യങ്ങൾ സൂക്ഷിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലാണ്ട് നിങ്ങളെന്നെ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ഞാൻ ആരുടെ പേര് പറയാറില്ല. പിന്നെ എൻ്റെ ലൈവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കുറച്ച് കുസൃതിയൊക്കെ പറഞ്ഞ് കുറെ കഥയൊക്കെ പറഞ്ഞ് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. അപ്പം അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവില്ല ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയണേ എന്ന്. എൻ്റെ കൂടെ എൻ്റെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. അവരെനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പം എല്ലാവരും ഇനി എന്നെ പേടിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഡീറ്റെയിൽസുകളോ നിങ്ങളുടെ കാര്യങ്ങളോ ഒന്നും ഞാൻ ഒരിക്കലും പബ്ലിക്ക് പറയില്ല കേട്ടോ. എല്ലാവർക്കും എന്നെ വിശ്വസിക്കാം. ഇനിയെങ്കിലും എൻ്റെ നമ്പർ ശ്രദ്ധിച്ചു, 055 99 29 503. ഇനി ശ്രദ്ധിക്കുക, എന്നെ വിളിക്കുക, മാന്യമായിട്ട് റെസ്പെക്റ്റോടെ സംസാരിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ കൊള്ളില്ലാത്ത രീതിയിൽ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ വോയിസും ഞാൻ സ്പീക്കറിട്ട് ഞാൻ കേൾപ്പിക്കും. കാരണം ഞാൻ മാത്രം നാറിയ പോരല്ലോ, നിങ്ങളും നാറണമല്ലോ. കാരണം ഞാൻ മറ്റുള്ളവരെ കേൾപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ?
എന്നോട് നിങ്ങൾ ഇങ്ങനെയാണ് വിളിച്ച് സംസാരിക്കുന്നത് എന്ന് ജനങ്ങൾ അറിയണം. ബിജി ചേച്ചിനെ മാത്രം ആൾക്കാർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് ബി ചേച്ചി ഇങ്ങനെ ചൂടാവുന്നതെന്ന് നിങ്ങൾ വിളിക്കുമ്പം നിങ്ങളുടെ സംസാരം മറ്റുള്ളവർ കേൾക്കണം. ബി ചേച്ചി ഇതുകൊണ്ടാണ് ചൂടാവുന്നത്, ഞാൻ മാത്രം നാറിയ പോരാ, നിങ്ങളും നാറണം. അപ്പം ഇനിയെങ്കിലും മാന്യത കീപ്പ് ചെയ്യുക, മാന്യമായിട്ട് ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുക. അല്ലാത്ത പക്ഷം ഷുവർ ഞാൻ ലൗഡ് സ്പീക്കറോട് നിങ്ങൾ വിളിക്കുമ്പോൾ ആദ്യം ഞാൻ ഫോൺ ചവിട്ടിൽ വയ്ക്കും. മാന്യമായിട്ട് ചേട്ടാ ഹായ് എന്തൊക്കെയുണ്ട് എന്ന് ഞാൻ ചോദിക്കും. നിങ്ങൾ എനിക്ക് പച്ചയ്ക്കും അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. അപ്പം എൻ്റെ നോവ് എന്തോരം എൻ്റെ മനസ്സെന്തോരം നോവുണ്ടെന്നറിയോ. അപ്പം എനിക്ക് ദേഷ്യം വരും. റെക്കോർഡ് പോകുമ്പം നിങ്ങളുടെ വോയിസും കൂടെ റെക്കോർഡ് പോട്ടെ. ഓക്കെ ബൈ. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക.